ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കെമിസ്ട്രി ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നാനോ മെറ്റീരിയൽസ് ആണ്. അപ്പം നാനോ മെറ്റീരിയൽസ് പറയുന്നതിന് മുന്നേ 3 ഡയമെൻഷൻസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എങ്കിലേ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ അതിന് ലെങ്ത് മാത്രമല്ലേ ഉള്ളൂ, ലെങ്ത് മാത്രമേ വരുന്നുള്ളൂ. എൽ എന്ന് പറയുന്നത് ലെങ്ത് ആണെങ്കിൽ ലെങ്ത് മാത്രമേ വരുന്നുള്ളൂ. അത് എക്സ് ഡയറക്ഷനിലാണ് എടുക്കണതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ എക്സ് ഡയറക്ഷനിൽ മാത്രമേ അതിന് ഒരു ഡയമെൻഷൻ ഉള്ളൂ. വൈയും സെഡും കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്, 0 ആണ് വരുന്നത്. അതേസമയം നമ്മൾ ഒരു പ്ലെയിൻ, റെക്റ്റാങ്കുലർ പ്ലെയിൻ ആണ് എടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ലെങ്ത്തും ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് കൂടി ഉണ്ടാവും. അപ്പൊ ഇതിന് 2 ഡയറക്ഷനിൽ, എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും കമ്പോണൻസ് ഉണ്ട്. സെഡ് ഡയറക്ഷനിലുള്ള കമ്പോണന്റ് മാത്രമാണ് നമുക്ക് എന്ത് വരുന്നത്, 0 ആയിട്ട് വരുന്നത്. ഇനി ഇതിന് പകരം നമ്മൾ ഒരു ക്യൂബാണ് എടുത്തതെന്ന് വിചാരിക്കുക. ക്യൂബ് ആവുമ്പോൾ എന്താ പ്രത്യേകത, ഈ റെക്റ്റാങ്കുലർ പ്ലെയിൻസ് തന്നെ കുറെ സ്റ്റാക്ക് ചെയ്ത പോലെ, കുറെ അടുക്കി വെച്ച പോലെയാണ് നമ്മുടെ ക്യൂബ് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡയമെൻഷൻ കൂടി ഇൻക്ലൂഡഡ് ആവും. എക്സ് ഡയറക്ഷനിലുള്ള ലെങ്ത്, വൈ ഡയറക്ഷനിലുള്ള ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയാം നമുക്ക്, പിന്നെ സെഡ് ഡയറക്ഷനിലുള്ള തിക്നെസ് അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് കൂടെ ഇൻട്രൊഡ്യൂസ്ഡ് ആവും. അപ്പോൾ ഡയമെൻഷൻസിനെ പറ്റി ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എക്സ്, വൈ, സെഡ് ഡയറക്ഷനിൽ, ഈ 3 ഡയറക്ഷനിലുള്ള പ്ലെയിന് കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് എല്ലാ മെറ്റീരിയൽസിലും, എല്ലാ ഒബ്ജക്ട്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്ലോട്ട് ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ഡയമെൻഷൻ നാനോ സ്കെയിലാണ് വരുന്നതെങ്കിൽ, നാനോ സ്കെയിലിന്റെ റേഞ്ചും പറഞ്ഞിട്ടുണ്ട് ഇവിടെ, 1 to 100 നാനോമീറ്റർ ആണ്. 1 to 100 നാനോമീറ്ററിന്റെ ഉള്ളിലാണ് വരുന്നെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ബേസ്ഡ് ഓൺ ഡയമെൻഷനും ബേസ്ഡ് ഓൺ മെറ്റീരിയൽസും ഉള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ബേസ്ഡ് ഓൺ ഡയമെൻഷൻസ് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് 0 ഡയമെൻഷനൽ ആണ്. എല്ലാ ഡയമെൻഷൻസും, ഓൾ ഡയമെൻഷൻസ് ആർ കൺഫൈൻഡ് ടു നാനോ സ്കെയിൽ. എല്ലാ ഡയമെൻഷൻസും നാനോ സ്കെയിൽ റേഞ്ചിലുള്ളതാണ്. അതായത് ഒറ്റ ഡയമെൻഷൻ പോലും നാനോ റേഞ്ചിനെ എക്സീഡ് ചെയ്യുന്നില്ല. 0 ആണ് നാനോ റേഞ്ചിനെ എക്സീഡ് ചെയ്യുന്ന ഡയമെൻഷൻ. അതുകൊണ്ടാണ് അതിന് 0 ഡയമെൻഷനൽ എന്ന് പറയുന്നത്. അതായത് ഏത് ഡയറക്ഷനിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് നാനോ സ്കെയിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 0 ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് വരുന്നത് ക്വാണ്ടം ഡോട്ട്സ്, അതുപോലെ ഈ ഫുള്ളറിൻ എന്ന് പറയുന്ന എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. 0 ഡയമെൻഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഫുള്ളറിൻ. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. പിന്നെ ചെറിയൊരു കൺസെപ്റ്റ് ഇവിടെ വരുന്നുണ്ട്, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട്. നമ്പർ ഓഫ് ആക്സസിബിൾ ക്വാണ്ടം സ്റ്റേറ്റ്സ് അവൈലബിൾ ഫോർ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോണിന് ആക്സസിബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് ക്വാണ്ടം സ്റ്റേറ്റ്സിനെയാണ്, അങ്ങനെ ഒരു ടേമിനെയാണ് നമ്മൾ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതും എനർജിയും തമ്മിലുള്ള റിലേഷൻസ് ഓരോ ഡയമെൻഷനിലും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ കേസിൽ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് എനർജി ലെവലിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് അപ്ലിക്കേഷൻസ് ആണ്. 0 ഡയമെൻഷനിലായിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ക്വാണ്ടം ഡോട്ട്സ് എക്സാമ്പിൾ പഠിച്ച സ്ഥിതിക്ക് ഇവിടെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വരുന്നത് നിങ്ങൾക്ക് ആലോചിച്ച് വെക്കാം. പിന്നെ മെയിനായിട്ട് വരുന്നത് ബയോ ഇമേജിങ്ങും ഡ്രഗ് ഡെലിവറിയാണ്. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 1 ഡയമെൻഷനിലാണ്. 1 ഡയമെൻഷൻ ആകുമ്പോൾ അപ്പം എന്തായിരിക്കും, 2 ഡയമെൻഷൻ കൺഫൈൻഡ് ടു നാനോ സ്കെയിൽ ആണ്. ഒരു ഡയമെൻഷൻ മാത്രം എക്സീഡ് ചെയ്യുന്നു, നാനോ റേഞ്ചിനെ എക്സീഡ് ചെയ്യുന്നു. ആ ഒരു ഡയമെൻഷൻ എക്സീഡ് ചെയ്യുന്നതാണ് ഇവിടെ 1 ഡയമെൻഷനൽ എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചത്. നേരത്തെ കേസിൽ എല്ലാം നാനോ റേഞ്ചിലായിരുന്നു, അതുകൊണ്ട് 0 ഡയമെൻഷനിലായിരുന്നു. ഇവിടുത്തെ കേസിൽ ഒരു ഡയമെൻഷൻ മാത്രം എന്ത് ചെയ്യും, നാനോ റേഞ്ചിനെ എക്സീഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ 1 ഡയമെൻഷനൽ എന്ന് വിളിക്കുന്നത്. നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു വയറോ ഒരു ട്യൂബോ മറ്റോ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഇതിന്റെ ലെങ്ത് മാത്രം എന്താണ്, കൂടുതലാണ് അല്ലെ. ഡയമീറ്റർ എന്ന് പറയുന്നത് നാനോ സ്കെയിലിൽ തന്നെയാണ് വരുന്നത്.
അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന ഈ ഒരു ഡയമെൻഷൻ എക്സീഡ് ചെയ്യാണ് എന്തിനെ, നമ്മുടെ നാനോ റേഞ്ചിനെ. എന്ന് വെച്ചാൽ നമ്മുടെ 1 to 100 നാനോമീറ്റർ വരേണ്ട അടുത്ത് അതിലും കൂടുതലാണ് നമ്മുടെ ലെങ്ത് വരുന്നത്. റേഞ്ച് ഏകദേശം മൈക്രോമീറ്ററിന്റെ റേഞ്ചിലാണ് ലെങ്ത് വരിക ഇങ്ങനത്തെ നാനോ വയേഴ്സിന് വരിക. വയർ മാത്രമല്ല, ട്യൂബ്സ് ആയാലും റോഡ്സ് ആയാലും ഒക്കെ ഇതേപോലെ തന്നെയാണ്. അത് തന്നെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇവിടുത്തെ കേസിൽ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എനർജി ആയിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എനർജി. ഇനി ആപ്ലിക്കേഷൻസ് നമ്മൾ വയേഴ്സിൽ യൂസ് ചെയ്യുന്നു പറയുമ്പോൾ തന്നെ നമുക്ക് കണ്ടക്റ്റീവ് വയേഴ്സിന് യൂസ് ചെയ്യാമെന്നറിയാം. പിന്നെ എനർജി സ്റ്റോറേജിനും സെൻസേഴ്സിനുമായിട്ട് നമ്മൾ 1 ഡയമെൻഷനിൽ യൂസ് ചെയ്യും. അടുത്തത് എന്തായിരിക്കും? 2 ഡയമെൻഷനിലായിരിക്കും. 2 ഡയമെൻഷനിലാവുമ്പോൾ 2 ഡയമെൻഷൻസ് നാനോ റേഞ്ചിനെ എക്സീഡ് ചെയ്യുന്നുണ്ടാവും. അതായത് ഒരു ഡയമെൻഷൻ മാത്രമേ നാനോ സ്കെയിലിൽ ഉണ്ടാവുള്ളൂ, ബാക്കി രണ്ടും എക്സീഡ് ചെയ്യും, നാനോ റേഞ്ചിനെ എക്സീഡ് ചെയ്യും. എന്ന് വെച്ചാൽ നാനോ സ്കെയിലിലായിരിക്കില്ല, അതിലും കൂടിയ വാല്യൂലായിരിക്കും വരിക. അതിന് എക്സാമ്പിൾസ് പറയുന്നത് നമ്മൾ തിൻ ഫിലിംസ്, ഷീറ്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് ഉണ്ട്, അതിന് ബ്രെഡ്ത്ത് ഉണ്ട്, അതിന് അല്ലെ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. ആ 2 ഡയമെൻഷൻസും നാനോ സ്കെയിലിനെ എക്സീഡ് ചെയ്ത് വരികയാണ്. പിന്നെ അതിന്റെ തിക്നെസ് എന്ന് പറയുന്നതാണ് പിന്നെ വരുന്ന ഡയമെൻഷൻ. അത് നാനോ സ്കെയിലിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എക്സാമ്പിൾസ് ആയിട്ട് എന്തൊക്കെയാ വരിക? ഷീറ്റ്സ്, തിൻ ഫിലിംസ്, നാനോ വാൾസ് ഒക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് 2 ഡയമെൻഷനിൽ വരിക. ഇവിടുത്തെ കേസിൽ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് എനർജിയാണ്. അതുപോലെ ആപ്ലിക്കേഷൻസ് കോട്ടിങ്സ്, സോളാർ സെൽസ്, ഇലക്ട്രോണിക്സിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഈ 2 ഡയമെൻഷന്. അടുത്തത് 3 ഡയമെൻഷൻ കൂടി ഉണ്ട്. ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ഡയമെൻഷൻ വൈസ് വരുന്നതിൽ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. 3 ഡയമെൻഷനിൽ നമ്മുടെ 3 ഡയമെൻഷൻസും നാനോ സ്കെയിലിനെ എക്സീഡ് ചെയ്യുക. അഥവാ ഒരു ഡയമെൻഷൻസും നാനോ സ്കെയിലല്ല എങ്കിൽ, പക്ഷേ അതെങ്ങനെയുള്ളതായിരിക്കും? എക്സീഡ് ചെയ്യുന്നുണ്ട് എല്ലാ ഡയമെൻഷൻസും, പക്ഷെ അത് മെയ്ഡ് ഓഫ് നാനോ സ്കെയിൽ കോമ്പൗണ്ട്സ് ആണ്. അതായത് നാനോ സ്കെയിൽ കോമ്പൗണ്ട്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 3 ഡയമെൻഷൻസും എന്ത് ചെയ്യാണ്? നാനോ റേഞ്ചിനെ എക്സീഡ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 3 ഡയമെൻഷണൽ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നാനോ വയർ ബണ്ടിൽസ്. പിന്നെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഇവിടുത്തെ കേസിൽ എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എനർജി. അടുത്തത് ആപ്ലിക്കേഷൻസ് ആണ്. സ്ട്രക്ചറൽ റീഇൻഫോഴ്സ്മെന്റിനും ഫിൽട്രേഷൻ സിസ്റ്റത്തിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഇത് യൂസ് ചെയ്ത് വരുന്നത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡയമെൻഷൻ കഴിഞ്ഞു. അടുത്തത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ്. ഏത് മെറ്റീരിയൽ കൊണ്ടാണ് പെർട്ടിക്കുലർ നാനോ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം നാനോ മെറ്റീരിയൽസിനെ. ഒന്നാമത്തെ തന്നെ വരുന്നത് കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽ. കാർബൺ ആറ്റംസ് കൊണ്ട് കമ്പോസ്ഡ് ആയിരിക്കും പ്രൈമറിലി. അതുകൊണ്ടാണ് അതിന് കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. എടുക്കുന്ന മെറ്റീരിയലിന്റെ സെയിം പ്രോപ്പർട്ടീസ് അല്ല നമുക്ക് നാനോ മെറ്റീരിയൽ ആയിട്ട് നാനോ സ്കെയിലിലേക്ക് അതിനെ ചെറുതാക്കി കിട്ടുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ എക്സിബിറ്റ് ചെയ്യുക. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ തന്നിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ അതേ പ്രോപ്പർട്ടി കിട്ടുമെന്ന് വിചാരിക്കരുത്. നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് നമ്മുടെ നാനോ മെറ്റീരിയൽസ് എക്സിബിറ്റ് ചെയ്യുക. ശരിക്കുള്ള ബൾക്ക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഇവിടുത്തെ കേസിൽ വരുന്ന പ്രോപ്പർട്ടീസ് ഹൈ സ്ട്രെങ്ത്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഹൈ ആയിരിക്കും, കെമിക്കൽ സ്റ്റെബിലിറ്റി ഹൈ ആയിരിക്കും. ഈ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയലിന് വരുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ഫുള്ളറീൻസ്, കാർബൺ നാനോ ട്യൂബ്സ് ആൻഡ് ഗ്രാഫീൻ. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതിന് ഹൈ സ്ട്രെങ്ത് ആയതുകൊണ്ട് നമുക്ക് എന്തിനു യൂസ് ചെയ്യാൻ പറ്റും? സ്ട്രക്ചറൽ റീഇൻഫോഴ്സ്മെന്റിന് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ കാർബൺ നാനോ മെറ്റീരിയൽസിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ ഈ ഒരു പിക്ചറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കോമ്പോസിറ്റ് നാനോ മെറ്റീരിയൽസ് ആണ്. എന്താണ് കോമ്പോസിറ്റ് നാനോ മെറ്റീരിയൽസ്? കോമ്പോസിറ്റ് നാനോ മെറ്റീരിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് നാനോ പാർട്ടിക്കിൾസ് വിത്ത് എന്താവാം നാനോ പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ മെറ്റീരിയലോ ബൾക്ക് മെറ്റീരിയലോ ആയാലും കുഴപ്പമില്ല, അതുമായിട്ടുള്ള കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പോസിറ്റ് നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കോമ്പോസിറ്റ് നാനോ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ് എൻഹാൻസ്ഡ് ആയിട്ടുള്ള തേർമൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് വരും. പിന്നെ ഫ്ലെയിം റിട്ടാർഡന്റ് പ്രോപ്പർട്ടിയും കൂടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്.
അതിന് എക്സാമ്പിൾസ് ആണ് നാനോ കോമ്പോസിറ്റ്സ് വിത്ത് പോളിമേഴ്സ് അല്ലെങ്കിൽ മെറ്റൽസ് യൂസ് ചെയ്തിട്ടുള്ള നാനോ കോമ്പോസിറ്റ്സ്. ഓക്കെ, അതിന് അപ്ലിക്കേഷൻസിൽ വരുന്നത് അത് ഓട്ടോ പാർട്സിന്റെ കേസിലും അതുപോലെ പാക്കേജിങ് മെറ്റീരിയൽസിന്റെ കേസിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഓർഗാനിക് നാനോ മെറ്റീരിയൽസ് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നാണ് നമ്മൾ നാനോ സ്കെയിലുള്ള നാനോ മെറ്റീരിയൽസ് ഉണ്ടാക്കി എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഗാനിക് നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ അതെങ്ങനെയായിരിക്കും, അതിന്റെ പ്രോപ്പർട്ടീസിൽ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് ബയോഡിഗ്രേഡബിൾ ആയിരിക്കും, നോൺ ടോക്സിക് ആയിരിക്കും, സെൻസിറ്റീവ് ടു ഹീറ്റ്, ലൈറ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. എക്സാമ്പിൾസ് ആണ്, ഈ ടേംസ് ഒക്കെ ഒന്ന് ഫെമിലിയർ ആവുക. ലിപ്പസോംസ്, ഡെൻഡ്രിമേഴ്സ്, മൈസെൽസ് ആൻഡ് ഫെറിറ്റിൻ. പിന്നെ വരുന്നത് ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻസ് ഡ്രഗ് ഡെലിവറി, അതായത് ഏത് എഫക്റ്റഡ് ഏരിയയിലേക്ക്, ബോഡിയിലെ എഫക്റ്റഡ് ഏരിയയിലേക്ക് നമ്മുടെ ഡ്രഗിനെ ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഡ്രഗ് ഡെലിവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ മോളിക്കുലാർ റെക്കഗ്നിഷൻ, അതുപോലെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് ആൻഡ് നാനോ സെൻസിങ്. ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ ഓർഗാനിക് നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇനോർഗാനിക് നാനോ മെറ്റീരിയൽസ് ആണ്. ഇനോർഗാനിക് കോമ്പൗണ്ട്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഇനോർഗാനിക് നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതിന് ഫർദർ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് മെറ്റൽ ബേസ്ഡ്, നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ മെറ്റൽ ബേസ്ഡ് ആണ് നാനോ പാർട്ടിക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അലുമിനിയം, കാഡ്മിയം, കൊബാൾട്ട്, കോപ്പർ, ഗോൾഡ്, സിൽവർ തുടങ്ങിയിട്ടുള്ള മെറ്റൽ ബേസ്ഡ് ആണ് നമ്മുടെ നാനോ പാർട്ടിക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ മെറ്റൽ ബേസ്ഡ് നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അത് ഇനോർഗാനിക് നാനോ മെറ്റീരിയലിന്റെ ഒരു സബ് കാറ്റഗറിയാണ്. ഓക്കെ, അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഹൈ സർഫസ് ടു വോളിയം റേഷ്യോ ആണ് വരിക, അതുപോലെ ക്വാണ്ടം എഫക്ട്സ് കാണിക്കും, എക്സലന്റ് UV വിസിബിൾ സെൻസിറ്റിവിറ്റി, ഇലക്ട്രിക്കലി കാറ്റലിറ്റിക്, തെർമൽ ആൻഡ് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് വേണ്ട സ്ഥലങ്ങളിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഇനോർഗാനിക് നാനോ മെറ്റീരിയലിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കാം. മെറ്റൽ ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ്. നേരത്തെ മെറ്റൽ ആയിരുന്നെങ്കിൽ ഇവിടെ എന്താണ്, മെറ്റൽ ഓക്സൈഡ് ആണ്. മെറ്റൽ ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ് ആണ്. മെറ്റാലിക് അയോൺസ് ഉണ്ടാവും, ഒപ്പം ഓക്സിജൻ അയോൺസ് ഉണ്ടാവും. അതായത് മെറ്റാലിക് അയോൺസിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഒബ്വിയസ്ലി, അതുപോലെ ഓക്സിജന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ രണ്ട് അയോൺസ് ആണ് ഉണ്ടാവുക. സിലിക്കൺ ഡയോക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, സിങ്ക് ഓക്സൈഡ്, അലുമിനിയം ഓക്സൈഡ്, എല്ലാത്തിൻ്റെയും ഓക്സൈഡ് മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ എക്സാമ്പിൾസിൽ വരും. ഓക്കെ, ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റൽ കൗണ്ടർ പാർട്ടിനേക്കാളും എൻഹാൻസ്ഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഈ പറയുന്ന മെറ്റൽ ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ് എക്സിബിറ്റ് ചെയ്യുക. അടുത്തൊരു ടൈപ്പാണ് സെമി കണ്ടക്ടർ നാനോ മെറ്റീരിയൽസ്. സെമി കണ്ടക്ടർ നാനോ മെറ്റീരിയൽസ് എക്സിബിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മെറ്റൽസിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യും. അതിൽ തന്നെ 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് സെമി കണ്ടക്ടർ നാനോ മെറ്റീരിയൽസിൽ തന്നെ. കോൺസെൻട്രേറ്റഡ് മാഗ്നറ്റിക് സെമി കണ്ടക്ടർ നാനോ മെറ്റീരിയൽ, നോൺ മാഗ്നറ്റിക് സെമി കണ്ടക്ടർ നാനോ മെറ്റീരിയൽ, ഡൈല്യൂട്ടഡ് മാഗ്നറ്റിക് സെമി കണ്ടക്ടർ നാനോ മെറ്റീരിയൽ പറഞ്ഞിട്ട് 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഈ കോൺസെൻട്രേറ്ററിന്റെ എക്സാമ്പിൾ ആണ് യൂറോപ്യം ടെലുറൈഡ് എന്ന് പറയുന്നത്. ആ എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത് വരുന്നത് സിറാമിക് നാനോ മെറ്റീരിയൽസ് ആണ്. കോമ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ കാർബൈഡ്സ്, കാർബണേറ്റ്സ്, ഓക്സൈഡ്സ്, ഫോസ്ഫേറ്റ്സ് ഒക്കെയാണ് വരുന്നത്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സിന്തസൈസ്ഡ് വയ ഹീറ്റ് ആൻഡ് കൂളിംഗ് പ്രോസസ്. ഇതും നമ്മൾ മെയിൻ ആയിട്ട് ഡ്രഗ് ഡെലിവറി ടാർഗറ്റിംഗ്, ട്യൂമേഴ്സ്, അതുപോലെ ഗ്ലോക്കോമ, അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അതിനൊക്കെ യൂസ് ചെയ്യും. കാറ്റലിസിസിൽ യൂസ് ചെയ്യും. ഫോട്ടോ ഡിഗ്രേഡേഷൻ ഓഫ് ഡൈസ്, ഇമേജിംഗ് ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ലിപ്പിഡ് ബേസ്ഡ് നാനോ മെറ്റീരിയൽസ് ആണ്. ലിപ്പിഡ് ബേസ്ഡ് നാനോ മെറ്റീരിയൽസിന്റെ കേസിൽ സ്ഫെറിക്കൽ നാനോ പാർട്ടിക്കിൾസ് ആണ്, പക്ഷേ വിത്ത് സോളിഡ് ലിപ്പിഡ് കോർ. ലിപ്പിഡ് കോർ എന്ന് പറയുമ്പോൾ ലിപ്പിഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫാറ്റി ആയിട്ടുള്ള കോറിനെയാണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ലിപ്പിഡ് ബേസ്ഡ് നാനോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇതും ബയോമെഡിക്കൽ ഫീൽഡിൽ ഡ്രഗ് കാരിയേഴ്സ് ആയിട്ടും അതുപോലെ RNA റിലീസ് തെറാപ്പി, ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന്റെ ആപ്ലിക്കേഷൻസ്. അപ്പം നമ്മൾ എന്താണ് നാനോ മെറ്റീരിയൽസ് എന്നൊക്കെ നോക്കി.
അറ്റ്ലീസ്റ്റ് ഒരു ഡയമെൻഷനെങ്കിലും നാനോ റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ജസ്റ്റ് നമുക്കൊന്ന് ഇത് സമ്മറൈസ് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ സിലബസ് പ്രകാരം നാനോ മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഒന്ന് ബേസ്ഡ് ഓൺ സ്ട്രക്ചറൽ കോൺഫിഗറേഷനും മറ്റത് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഡയമെൻഷൻസും. അപ്പൊ നമ്പർ ഓഫ് ഡയമെൻഷൻസ് വെച്ച് നമ്മൾ 0 ഡയമെൻഷൻ, 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ ആൻഡ് 3 ഡയമെൻഷൻ ഇത് 4 നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്ട്രക്ചറൽ കോൺഫിഗറേഷനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഏതൊക്കെയായിരുന്നു നമ്മൾ നോക്കിയത്? കാർബൺ ബേസ്ഡ്, ഓർഗാനിക്, ഇനോർഗാനിക് ആൻഡ് കോമ്പോസിറ്റ്. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കോൺസെപ്റ്റുകളെല്ലാം കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫോർ നൗ.